പ്രിയ വിദ്യാർത്ഥികളെ, 9th ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ലെസൺ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ലെസനുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ലെസനോട് കൂടെ തന്നിരിക്കുന്ന സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലെറ്റ്സ് റിവൈൻഡ് എന്ന ഹെഡിങ്ങിൽ തന്നിരിക്കുന്ന ഏതാനും മറ്റു ക്വസ്റ്റ്യൻസ്, ഇവയുടെ ആൻസേഴ്സാണ് പരിശോധിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. Scaffolding question A. How did the speaker's visit to Stockholm differ from the earlier visits? സ്പീക്കർ പല പ്രാവശ്യം സ്റ്റോക്ക്ഹോമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ വിസിറ്റ് മുമ്പ് ചെയ്ത യാത്രകളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണ് ആ വ്യത്യാസം എന്നുള്ളതാണ് ചോദ്യം. Her earlier visit to Stockholm had been for difficult tasks, such as passing examinations. നേരത്തെ സ്റ്റോക്ക്ഹോമിലേക്ക് വിസിറ്റ് ചെയ്തതെല്ലാം തന്നെ ചില പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയായിരുന്നു. ഉദാഹരണത്തിന് ചില എക്സാമുകളൊക്കെ പാസ്സാകുന്നതിന് വേണ്ടി, എക്സാം എഴുതുന്നതിനോ പഠനത്തിനോ വേണ്ടിയൊക്കെ ആയിരുന്നു. However, this visit was to receive the Nobel Prize in Literature. എന്നാൽ ഈ പ്രാവശ്യത്തെ യാത്ര സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതാണ് വ്യത്യാസം. ക്വസ്റ്റ്യൻ ബി. ഹൗ ഡു യു സ്പെൻഡ് ടൈം വെൻ യു ഗോ ഓൺ എ ലോങ് ജേർണി? നിങ്ങളൊരു ദീർഘയാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സമയം ചെലവഴിക്കാറ്? ഇത് ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ വിദ്യാർത്ഥിക്കും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതികളായിരിക്കും യാത്രാ വിരസത ഒഴിവാക്കാൻ സമയം ചെലവഴിക്കുന്ന രീതികൾ. ഏതായാലും ഒരു മോഡൽ ആൻസർ എന്ന നിലയിൽ, ഇഫ് ഇറ്റ് ഈസ് ഡേ ടൈം വി കൻ എൻജോയ് സൈറ്റ് സീയിങ്. പകൽ യാത്രയാണെങ്കിൽ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാം. വി കൻ സ്പെൻഡ് ടൈം റീഡിംഗ് ബുക്സ്, ലിസണിങ് ടു മ്യൂസിക്, ഡേ ഡ്രീമിംഗ് ഓർ ഡോസിങ്. പുസ്തകം വായിച്ചുകൊണ്ടോ സംഗീതം ആസ്വദിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ദിവാസ്വപ്നങ്ങളിൽ മുഴുകിക്കൊണ്ടോ ഉറങ്ങിക്കൊണ്ടോ മയങ്ങിക്കൊണ്ടോ ഒക്കെ നമുക്ക് സമയം ചെലവഴിക്കാം. ക്വസ്റ്റ്യൻ സി. ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ. സ്പീക്കർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ചോർത്ത് ഗാഢമായ ഒരു ദുഃഖത്തിലേക്ക് വീണുപോയി. എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. Why was she sad at the thought of her father? എന്തുകൊണ്ടായിരുന്നു അച്ഛനെക്കുറിച്ചോർത്ത് സ്പീക്കർ അതല്ലെങ്കിൽ സെൽമ ലാവെല്ലോഫ് ദുഃഖിച്ചത്? Her father was no longer alive to witness her receiving the Nobel Prize. ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം, നൊബേൽ പ്രൈസ് നേടുക, അത് സ്വീകരിക്കുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. She could not go and tell him that she had been awarded the prestigious prize. ഈ അഭിമാനകരമായ സമ്മാനം താൻ നേടിയിട്ടുണ്ട്, അതിന് താൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത പോയി പറയാൻ അവൾക്കിപ്പോൾ ആകില്ലല്ലോ, അച്ഛൻ്റെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയായിരുന്നു ആ ദുഃഖം. ക്വസ്റ്റ്യൻ ഡി. The coaches no longer seem to run on rails and sleepers, but glide into space. ഒരു റെയിൽ പാളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ പോലെ ആയിരുന്നില്ല അപ്പോൾ ആ ട്രെയിനിൻ്റെ സഞ്ചാരം സ്പീക്കർക്ക് തോന്നിയത്. മറിച്ച് സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് തെന്നി നീങ്ങുന്നത് പോലെയായിരുന്നു ആ സഞ്ചാരം തോന്നിയിരുന്നത്. വൈ ഡസ് ദ സ്പീക്കർ ഫീൽ സോ? എന്തുകൊണ്ടായിരിക്കാം സ്പീക്കർക്ക് അത്തരമൊരു അനുഭവം ഉണ്ടാകുന്നത്? ഓൺ ദ റസിൽ ആൻഡ് ബസിൽ ഓഫ് ദ ട്രെയിൻ എൻജിൻ സീസ്ഡ്. ട്രെയിൻ എഞ്ചിൻ്റെ ശബ്ദകോലാഹലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ യാത്രയിൽ ഉണ്ടാകുന്ന യാത്രക്കാരുടെ ശബ്ദകോലാഹലങ്ങളും. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കെയിം എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. ട്രെയിൻ വീലുകളുടെ, അതിൻ്റെ ചക്രങ്ങളുടെ ശബ്ദം ഇപ്പോൾ വളരെ ആശ്വാസം പകരുന്ന, നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും പകരുന്ന ഒരു സംഗീതം പോലെയാണ് യാത്രക്കാരിക്ക് തോന്നിയത്. സോ ദ ട്രെയിൻ സീം ടു ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. അതുകൊണ്ട് തന്നെ ശൂന്യാകാശത്തേക്ക് തെന്നി നീങ്ങുന്നത് പോലെയാണ് യാത്രക്കാരിയായ സെൽമ ലാവെല്ലോഫിന് ആ യാത്ര തോന്നിയത്. Question E. What is your impression of the writer's father?
റൈറ്ററുടെ ഫാദറെ കുറിച്ച് നിങ്ങൾ ഈ പ്രസംഗത്തിൽ നിന്ന് കേട്ടപ്പോൾ എന്തൊരു ഇംപ്രഷനാണ് നിങ്ങൾക്ക് അയാളെക്കുറിച്ച് ഉണ്ടാകുന്നത്? മനസ്സിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് തോന്നുന്നത്? When we hear about the author's father, we get the impression that he was a loving and caring father. നാം ആ അച്ഛനെ ഈ സ്പീച്ചിലൂടെ പരിചയപ്പെടുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും. അദ്ദേഹം ഏറെ സ്നേഹവും കരുതലുമുള്ള ഒരു അച്ഛനായിരുന്നു. He was very concerned about the well-being of his children and family. തൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരുന്ന ശ്രദ്ധാലുവായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. He was also a lover of books and literature. പുസ്തകങ്ങളും സാഹിത്യങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. Question F. I have come to ask you for advice. What advice does the speaker request of a father? സെൽമ പറയുന്നു തൻ്റെ സ്പീച്ചിലൂടെ ഭാവനയിൽ അച്ഛനെ കണ്ട് അച്ഛനോട് പറയുന്നു, ഞാൻ അച്ഛൻ്റെ ഉപദേശം തേടി വന്നതാണ് എന്ന്. എന്ത് ഉപദേശമാണ് ആ മകൾ അച്ഛനിൽ നിന്നും തേടുന്നത്? She wanted to get advice from her father on how she should pay off debts of gratitude to him and to many others. തൻ്റെ അച്ഛനോട് തന്നെയും അതുപോലെ മറ്റു പലരോടും തനിക്കുള്ള കടപ്പാട് എങ്ങനെ വീട്ടി തീർക്കും എന്നതിനെക്കുറിച്ച് അച്ഛൻ്റെ ഉപദേശം തേടിയിട്ടാണ് ആ മകൾ വന്നിരിക്കുന്നത്. എന്തിനായിരുന്നു ഈ കടപ്പാടും കടം വീട്ടലുമെല്ലാം തന്നെ? കാരണം ഈ ആളുകളെല്ലാം തന്നെ who had encouraged her to enter the world of books and literature. പുസ്തകങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്തേക്ക് അവളെ പ്രവേശിക്കാൻ പ്രേരിപ്പിച്ചത് ഈ അച്ഛനും മറ്റ് പലരുമാണ്. സെൽമയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരൊക്കെയാണ് സാഹിത്യ ലോകത്തേക്ക്, പുസ്തകങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ചെറുപ്പത്തിൽ അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെയുള്ള നന്ദിയും കടപ്പാടും ധാരാളമുണ്ട് താനും. Question G. A look of wonder will come into his eyes. വീണ്ടും സെൽമ പ്രസംഗത്തിൽ പറയുന്നു, തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ അത്ഭുതത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടാകും. What do you think is the reason for the change of expression? ആ അച്ഛന് ഉണ്ടാകുന്ന ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ, തൻ്റെ ഭാവത്തിൽ വരുന്ന മാറ്റത്തിന് എന്തായിരിക്കും കാരണം? കണ്ണുകളിൽ അത്ഭുതത്തിൻ്റെ തിളക്കം എന്തുകൊണ്ട് വരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? The daughter tells the father that she is not in debt for money. താൻ വലിയ കടപ്പാടിലാണെന്ന് പറയുമ്പോൾ അച്ഛൻ പണം എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ അച്ഛനോട് ആ മകൾ പറയുന്നു, പണമല്ല എൻ്റെ കടപ്പാട്, പണത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ മറ്റാളുകൾക്ക് കടപ്പെട്ടിരിക്കുന്നത്. But she asks gratitude for being introduced to reading books and listening to music. മറിച്ച് സംഗീതം ആസ്വദിക്കുന്ന സംഗീതത്തിൻ്റെ ലോകത്തേക്കും പുസ്തക വായനയുടെ ലോകത്തേക്കും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യത്തിൽ മറ്റുള്ളവരോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് എന്നാണ് മകൾ പറഞ്ഞത്. When he hears this, ഈ വാക്കുകൾ കേട്ടപ്പോൾ a look of wonder comes into his eyes. അത്ഭുതത്തിൻ്റെ ഒരു തിളക്കം, അങ്ങനെയുള്ള ഒരു നോട്ടം അച്ഛൻ്റെ കണ്ണുകളിൽ ഉണ്ടായി. താൻ വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പണമല്ല പ്രശ്നം, മറിച്ച് മറ്റു ചില നന്ദിയും കടപ്പാടുകളുമാണ് തൻ്റെ മകൾക്കുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന് അത്ഭുതം തോന്നി. Question H. Do you think there is poetry in hard rocks and black forests? കരിങ്കല്ലിലും ഇരുണ്ട വനത്തിലും കവിതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഇത്തരമൊരു പരാമർശം സെൽമ തൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാമോ? എങ്കിൽ സ്റ്റേറ്റ് റീസൺസ്, അതിൻ്റെ കാരണം കൂടെ പറയുക. യെസ്, ഇഫ് യു ആർ ഒബ്സർവൻറ്റ് ഇനഫ്, നാം വേണ്ടത്ര ശ്രദ്ധിക്കുകയാണെങ്കിൽ, നാം വേണ്ടത്ര പരിസരം വീക്ഷിക്കുന്നവരാണെങ്കിൽ, we can understand that there is poetry in hard rocks and black forests. Hard rocks, നല്ല കരിങ്കല്ല്, ബ്ലാക്ക് ഫോറസ്റ്റ്, ഇരുണ്ട വനം, ഇവയിലെല്ലാം കവിതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We can hear the music of nature in rocks and forests. അതായത് പ്രകൃതിയുടെ സംഗീതം നമുക്ക് കല്ലിലും വനത്തിലും കേൾക്കാൻ സാധിക്കും. We can perceive the beauty and rhythm of life in various communities of nature's creatures like birds, animals, plants and flowers. നാം
ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഭംഗിയും താളവും പ്രകൃതിയിലെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ ജീവജാലങ്ങളാകുന്ന ബേർഡ്സ്, ആനിമൽസ്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ, ഈ കമ്മ്യൂണിറ്റികളിലെല്ലാം തന്നെ അവയുടേതായ ഒരു ഭംഗിയും അതോടൊപ്പം തന്നെ ബ്യൂട്ടി ആൻഡ് റിതം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു താളവും നമുക്ക് കാണാനും സാധിക്കും. ക്വസ്റ്റ്യൻ I. How does Selma's father console her? സെൽമയുടെ ഫാദർ തൻ്റെ മകളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? As usual, the father appears carefree and relaxed. അച്ഛൻ പതിവ് പോലെ തന്നെ വളരെ കെയർഫ്രീ ആയിട്ട്, ആശങ്കകളൊട്ടുമില്ലാത്ത ആൻഡ് റിലാക്സ്ഡ്, ശാന്തനായിട്ടാണ് കാണപ്പെട്ടത്. And he consoles her by saying that there is a remedy for her trouble. മാത്രമല്ല, തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. Question J. I owe them gratitude, Father, both for their praise and for their censure. Why is the speaker thankful even to those who criticized her? തൻ്റെ പ്രഭാഷണത്തിൽ സൽമ പറയുന്നുണ്ട്, അച്ഛാ, തന്നെ പുകഴ്ത്തി പറഞ്ഞവരോടും തന്നെ സെൻഷർ ചെയ്തവരോടും വിമർശിച്ചവരോടും എനിക്ക് കടപ്പാടുണ്ട്. എന്തുകൊണ്ടായിരിക്കും തന്നെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകളോട് സ്പീക്കർക്ക് നന്ദി തോന്നാൻ കാരണം? ആൻസർ: ഈവൻ ദോസ് ഹു ക്രിട്ടിസൈസ്ഡ് ഹർ ഹാഡ് റെഡ് ഹർ ബുക്സ്. തന്നെ വിമർശിച്ചവരും തൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അവരും തൻ്റെ വായനക്കാർ ആയിരുന്നു. സോ ഷീ ഫീൽസ് ഷീ ഷുഡ് ബി താങ്ക്ഫുൾ ടു ദം ആസ് വെൽ. അതുകൊണ്ട് തന്നെ തൻ്റെ വായനക്കാരായ വിമർശകരോടും താൻ നന്ദിയുള്ളവളായിരിക്കണമെന്ന് അവർ കരുതുന്നു. Question K. What do you think makes father less calm? ഈ അച്ഛനും മകളും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഒരിക്കൽ അച്ഛൻ ലെസ് കാം, ശാന്തത അല്പം കുറഞ്ഞൊരവസ്ഥയിൽ, അല്പം ഒരു വറീഡായി കാണപ്പെട്ടു. എന്തായിരിക്കും അതിന് കാരണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? When the daughter says that she should gratefully remember all her supporters and critics alike. തൻ്റെ സപ്പോർട്ടേഴ്സിനെയും ക്രിറ്റിക്സ്, വിമർശകരെയും എല്ലാം നന്ദിയോടുകൂടി ഓർക്കണമെന്ന് മകൾ അച്ഛനോട് പറഞ്ഞപ്പോൾ, he may have understood that her troubles are too great for him to advise her easily. തനിക്ക് എളുപ്പത്തിൽ ഉപദേശിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല, അതിനേക്കാൾ ഏറെ സങ്കീർണമാണ് തൻ്റെ മകളുടെ കടപ്പാട്, പ്രയാസം എന്ന അച്ഛന് തോന്നിയിരിക്കാം. That's why he looks a little less calm. അതുകൊണ്ടാണ് അദ്ദേഹം അല്പം ശാന്തത കുറഞ്ഞ പോലെ കാണപ്പെട്ടത്. Question A. How did her friends and readers contribute to Selma Lagerlof's journey to the Nobel Prize? നൊബേൽ പ്രൈസ് നേടുന്ന ആ യാത്രയിൽ സെൽമ ലാഗർലോഫിനെ ആ വഴിയിലേക്ക് സഹായിച്ചത്, അതല്ലെങ്കിൽ അത്രത്തോളം എത്തുന്ന തൻ്റെ സാഹിത്യ സഞ്ചാരത്തിൽ സുഹൃത്തുക്കളും മറ്റു വായനക്കാരുമൊക്കെ എങ്ങനെയാണ് സംഭാവനകൾ അർപ്പിച്ചത്, സഹായിച്ചത്? Her readers promoted her books. അവരുടെ വായനക്കാർ അവരുടെ പുസ്തകങ്ങൾക്ക് പ്രചാരം നൽകി, അത് പ്രൊമോട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. And wrote about her. അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തുകാരിയെക്കുറിച്ചും അവർ പലരും എഴുതി പ്രചരിപ്പിച്ചു. Those in foreign countries worked for her. വിദേശ രാജ്യങ്ങളിൽ പോലും തൻ്റെ വായനക്കാരും ഫാൻസും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. Her friends like SLJ tried to open doors for her when no one else believed in her. മറ്റു പലർക്കും സെൽമയിൽ വിശ്വാസമില്ലാത്ത ഘട്ടങ്ങളിൽ പോലും തൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് SLJയെ പോലുള്ള സുഹൃത്തുക്കൾ, അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ ശ്രമം നടത്തി. പലതരത്തിലും അവർ സഹായിച്ചു. Question M. How does father responds when he discovers his daughter's biggest debt? തൻ്റെ മകളുടെ ഏറ്റവും വലിയ ഒരു കടപ്പാടിനെക്കുറിച്ച് മനസ്സിലായപ്പോൾ എങ്ങനെയാണ് ഫാദർ പ്രതികരിക്കുന്നത്? Answer. The father could not believe that his daughter had really won the biggest award. ഏറ്റവും വലിയ അവാർഡ്, അതായത് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, തൻ്റെ മകൾ നേടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലായപ്പോൾ അച്ഛനത് വിശ്വസിക്കാനായില്ല. He could not complete his words. തൻ്റെ വാക്കുകൾ പോലും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. And broke off saying,
പറയുന്നതിനിടക്ക് അദ്ദേഹം വിങ്ങിപ്പോയി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദി അക്കാഡമി, സ്വീഡിഷ് അക്കാഡമി നിനക്ക് അവാർഡ് തന്നു എന്നായിരിക്കും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അക്കാഡമി എന്ന് പറഞ്ഞ വാക്കുകൾ മുഴുമിപ്പിക്കാനാകാതെ അദ്ദേഹം മിതുമ്പിപ്പോകുന്നു സന്തോഷത്താൽ. ക്വസ്റ്റ്യൻ N. ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെറ്റ്? എങ്ങനെയാണ് ഈ കടമെല്ലാം ഞാൻ വീട്ടുക? വാട്ട് ഡസ് സെൽമ മീൻ ബൈ ദിസ്? ഈ പറഞ്ഞതുകൊണ്ട് സെൽമ ലാഗർലോഫ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് കടമാണ്? ആരോടുള്ള കടമാണ്? Selma believes that the Nobel Prize is a tremendous achievement that cannot be simply compared to an award of money or honor. വെറും പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഓണർ അംഗീകാരങ്ങളുടെയോ താരതമ്യം ഒരിക്കലും സാധ്യമല്ലാത്ത വിധം ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും മഹത്തരവും ഉയർന്നതുമായ ഒരു സമ്മാനമാണ് നൊബേൽ പ്രൈസ് എന്നുള്ളതെന്ന് സെൽമ വിശ്വസിക്കുന്നു. സെൽമ ലാഗർലോഫ് എന്ന എഴുത്തുകാരി പ്രഭാഷകർക്കറിയാം നൊബേൽ പ്രൈസ് എന്നുള്ളത് ഒരു ട്രെമൻഡസ് അച്ചീവ്മെൻ്റ്, വിലമതിക്കാനാകാത്ത ഏറ്റവും വലിയ ഒരു നേട്ടമാണെന്ന്. ദ സ്വീഡിഷ് അക്കാഡമി ട്രസ്റ്റഡ് ഹെർ. അത്തരമൊരു നൊബേൽ പ്രൈസ് സമ്മാനിക്കാൻ സ്വീഡിഷ് അക്കാഡമി തീരുമാനിക്കുമ്പോൾ സെൽമയിലുള്ള വിശ്വാസമാണ് അത് പ്രകടിപ്പിക്കുന്നത്, അവർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം. മാത്രമല്ല, സിംഗിൾഡ് ഔട്ട് ഹെർ ബിഫോർ ദ ഹോൾ വേൾഡ്. അതും ലോകത്തിൽ നിന്ന് മറ്റു പല എഴുത്തുകാരിൽ നിന്നും സാഹിത്യ സംഭാവനകളിൽ നിന്നുമെല്ലാം തന്നെ സെൽമയെ സിംഗിൾഡ് ഔട്ട്, വേർതിരിച്ച് തിരഞ്ഞെടുത്തുകൊണ്ട് ആണ് ആ അവാർഡ് പ്രഖ്യാപിച്ചത്. ആൻഡ് ബെസ്റ്റോൺഡ് ദ പ്രൈസ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് ഡെറ്റ്. അതൊരു വലിയ കടം തന്നെയാണ്. ദാറ്റ് ഷീ കനോട്ട് റീപേ ഈസിലി. അത്ര എളുപ്പത്തിൽ അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കടപ്പാട് വീട്ടി തീർക്കാൻ അവർക്കാകില്ല. Now, let's rewind. Read Selma Lagerlof's speech again and respond to the following questions. സ്പീച്ച് ഒരിക്കൽ കൂടെ വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുക. Question 1. What is the significance of the journey by train? How does it relate to the narrator's thoughts and reflections? ഈ ട്രെയിൻ യാത്രയുടെ പ്രാധാന്യം എന്താണ്? നറേറ്ററുടെ തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ്, ചിന്തകൾ, ഓർമ്മകൾ, അതുമായിട്ട് ഈ യാത്ര എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? The calmness of the journey, യാത്രയുടെ ശാന്തത. And the darkness of the travel time, യാത്രാ വേളയിലെ ഇരുട്ട്. Create a perfect setting for the speaker's deep memories of her past. തൻ്റെ ഭൂതകാലത്തെ അഗാധമായ ഓർമ്മകൾക്ക് അനുയോജ്യമായ ഒരു പശ്ചാത്തലമൊരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദി ഇമാജിനറി ട്രിപ്പ് ടു ദ വേൾഡ് ഓഫ് ഹെർ ഫാദർ, തൻ്റെ അച്ഛൻ്റെ ലോകത്തേക്കുള്ള ഒരു ഭാവനാ യാത്ര. തൻ്റെ ഭൂതകാലത്തിലേക്കുള്ള ഓർമ്മകളിലേക്കും അച്ഛൻ്റെ ലോകത്തേക്കുള്ള ഭാവന യാത്രയ്ക്കും അനുയോജ്യമായ അനുഗുണമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ട്രെയിൻ യാത്ര ഒരുക്കുന്നത്. യാത്രയുടെ ശാന്തതയും യാത്രാ സമയത്തിൻ്റെ ഇരുട്ടും. ദ ട്രെയിൻ സൂത്തിങ് ആൻഡ് റിത്മിക് മെലഡി, ട്രെയിനിൻ്റെ ആശ്വാസം പകരുന്ന താളാത്മകമായിട്ടുള്ള ഒരു സംഗീതം പോലെയുള്ള അതിൻ്റെ ആ ശബ്ദം. ആൻഡ് ദ ഫീൽ ഓഫ് ദ ട്രെയിൻസ് ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്, ഒഴുകി നീങ്ങുന്ന പോലെയുള്ള ട്രെയിനിൻ്റെ ആ സഞ്ചാരം എല്ലാം തന്നെ എൻഹാൻസ്, അത് ശക്തി പകരുന്നു ടു ഹെർ റിഫ്ലക്ഷൻസ് ആൻഡ് തോട്ട്സ്, അവളുടെ ചിന്തകൾക്കും ഓർമ്മകൾക്കും. നൗ എക്സ്പ്ലെയിൻ ദ റൈറ്റേഴ്സ് ഫീലിംഗ്സ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ് ടു നേച്ചർ. പ്രകൃതിയോടുള്ള കടപ്പാട്. സ്പീക്കർക്ക് പ്രകൃതിയോട് അഗാധമായ കടപ്പാടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്പീച്ച്. അതിന് അനുഗുണമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഈ സ്പീച്ചിൽ നിന്നും ഉദ്ധരിക്കുക. സെൽമ ലാഗർലോഫ് ഫീൽസ് ഡീപ്ലി ഇൻഡെപ്റ്റഡ് ടു നേച്ചർ. പ്രകൃതിയോട് അഗാധമായി കടപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു ഫീൽ സെൽമ ലാഗർലോഫിനുണ്ട്. ബിലീവിംഗ് ദർ ഇസ് പോയട്രി ഇൻ റോക്സ് ആൻഡ് ഫോറസ്റ്റ്സ്. പാറയിലും വനത്തിലും കവിതയുണ്ടെന്നവർ വിശ്വസിക്കുന്നു. ഷീ അക്നോളജസ് how nature's elements like animals, birds, trees and flowers have inspired her creativity and shaped her views of beauty and life. പ്രകൃതിയിലെ ഘടകങ്ങളായിട്ടുള്ള മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, പൂക്കൾ എല്ലാം തന്നെ അവർക്ക് പ്രചോദനമായിട്ടുണ്ട്. തൻ്റെ കാഴ്ചപ്പാടുകൾ സൗന്ദര്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള
തൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങൾക്കും സംഭാവനകളുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് അവർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുമുണ്ട്. Question 3. Her father had a prime role in shaping Selma's personality. സൽമയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ, അത് രൂപപ്പെടുത്തുന്നതിൽ അച്ഛന് വലിയ പ്രാധാന്യമുണ്ട്. Describe the role of the following in shaping her life. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഘടകങ്ങൾക്കൊക്കെയുള്ള സംഭാവനകൾ, സൽമയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ ഈ ഘടകങ്ങളുടെ പങ്ക് വിശദീകരിക്കുക. എ. നേച്ചർ, പ്രകൃതിയുടെ പങ്ക്. ബി. ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെയും. സി. ആർട്ട്, മറ്റ് കലാരൂപങ്ങൾ, കലകൾ. ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, സൽമയുടെ കൂട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും സംഭാവനകൾ. ഹെർ റീഡേഴ്സ്, അവരുടെ വായനക്കാരുടെ സപ്പോർട്ട്. ഇതൊക്കെയാണ് വിശദീകരിക്കേണ്ടത്. നമുക്ക് ഓരോ ഘടകങ്ങളെയും പ്രത്യേകമായി പരിശോധിക്കാം. ആദ്യം നേച്ചർ. Nature has greatly shaped Selma's imagination and understanding of the world. ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും തൻ്റെ ഭാവനയും രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതിക്ക് കാര്യമായ പങ്കുണ്ട്. ആൻഡ് ഷീ ഈസ് താങ്ക്ഫുൾ, അതുകൊണ്ട് തന്നെ അവർ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കുന്നു. ഫോർ ദ ലെസൺ ഷീ ലേൺഡ് ഫ്രം നേച്ചേഴ്സ് ബ്യൂട്ടി, പ്രകൃതിയുടെ ഭംഗിയിൽ നിന്നും അവർ പഠിച്ച പാഠത്തിന്. ഇൻക്ലൂഡിംഗ് റോക്സ്, ഫോറസ്റ്റ്, ഫ്ലവേഴ്സ്, ആനിമൽസ് ആൻഡ് ബേർഡ്സ്, പ്രകൃതിയിലെ മറ്റ് ഘടകങ്ങളായിട്ടുള്ള ജീവജാലങ്ങളിൽ നിന്നും, ഫോറസ്റ്റ്, റോക്ക് തുടങ്ങിയ ഘടകങ്ങളിൽ നിന്നുമെല്ലാം തന്നെ താൻ കണ്ടെത്തിയ പഠിച്ച പാഠങ്ങളെക്കുറിച്ച് അവർ നന്ദിയോടെ സ്മരിക്കുന്നു. നെക്സ്റ്റ്, ലിറ്ററേച്ചർ. ഷീ റൈറ്റ്ലി ഗീവ്സ് ഹെർ ഫാദർ ക്രെഡിറ്റ്സ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ഹെർ ടു ലിറ്ററേച്ചർ. സാഹിത്യ ലോകത്തേക്ക് തന്നെ പരിചയപ്പെടുത്തിയത് തൻ്റെ അച്ഛനാണെന്ന് അവർ യഥാവിധി സ്മരിക്കുന്നു. which fostered her love for storytelling. പിൽക്കാലത്ത് കഥകൾ രചിക്കാനും പറയാനും തനിക്ക് പ്രചോദനമായത്, തന്നെ ആ രൂപത്തിൽ വളർത്തിയെടുത്തത് ചെറുപ്പത്തിൽ അച്ഛൻ തന്നെ സാഹിത്യ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയ കാരണം കൊണ്ടാണ്. മാത്രമല്ല, ആൻഡ് ഇമ്മൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ഹെർ റൈറ്റിംഗ് കരിയർ. തൻ്റെ റൈറ്റിംഗ് കരിയറിലേക്ക് ഏറ്റവും കൂടുതലായി സ്വാധീനിക്കപ്പെട്ടതും ചെറുപ്പത്തിലെ സാഹിത്യ പരിചയമാണ്. ആർട്ട്. Although the narrator does not say anything openly about art, ഏതെങ്കിലും ഒരു പ്രത്യേകമായ കലാരൂപത്തെക്കുറിച്ചൊന്നും പ്രഭാഷണത്തിൽ വ്യക്തമായിട്ട് നറേറ്റർ പറയുന്നില്ല എങ്കിലും it can be understood that the opportunities she has had to various art forms have helped her to become a successful and creative writer. തൻ്റെ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ച് പുസ്തക വായന, സംഗീതമാസ്വദിക്കൽ തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ തൻ്റെ പിൽക്കാലത്തുള്ള ഒരു സക്സസ്ഫുൾ ആൻഡ് ക്രിയേറ്റീവ് റൈറ്റർ, വിജയിച്ച ഒരു ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റർ എന്ന് രൂപപ്പെടുന്നതിൽ ഇവയ്ക്കൊക്കെ എല്ലാ കലാരൂപങ്ങൾക്കും പങ്കുണ്ടെന്നും അവർ ഓർക്കുന്നു. ദെൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, കുടുംബം, കൂട്ടുകാർ, ഇവരുടെ സംഭാവനകൾ. സെൽമ ഗ്രേറ്റ്ഫുള്ളി റിമെമ്പേഴ്സ് ദ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്സ് ഷീ റിസീവ്ഡ് ഫ്രം ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും തനിക്ക് ലഭിച്ച സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻ്റ് എല്ലാം തന്നെ അവർ നന്ദിയോടെ സ്മരിക്കുന്നു. എസ്പെഷ്യലി ഫ്രം ഹെർ ഫാദർ, കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചെടുത്ത് പറയാൻ തൻ്റെ അച്ഛനിൽ നിന്ന്. ആൻഡ് ഫ്രണ്ട് എസൽറ്റെ, തൻ്റെ വിശ്വസ്തയായ കൂട്ടുകാരി എസൽറ്റയിൽ നിന്ന്. ഇൻ മേക്കിംഗ് ഹെർ എ നൊബേൽ വിന്നിംഗ് ലിറ്റററി ഫിഗർ, പിൽക്കാലത്ത് നൊബേൽ പ്രൈസ് പോലും നേടുന്ന ഒരു സാഹിത്യ പ്രതിഭയായി തന്നെ വളർത്തുന്നതിൽ ഇവരുടെയൊക്കെ സംഭാവനകളുണ്ടെന്ന് അവർ ഇപ്പോൾ ഓർക്കുന്നു. ദെൻ റീഡേഴ്സ്, വായനക്കാരുടെ സംഭാവനകൾ. സെൽമ ലാഗർലോഫ് താങ്ക്ഫുള്ളി റിമെമ്പേഴ്സ് ഹെർ റീഡേഴ്സ്. ഇവരെയൊക്കെ വായനക്കാർ മുഴുവനും നന്ദിയോടെ ഓർക്കുന്നു. ഈവൻ ആൻഡ് ക്രിറ്റിക്സ്, തൻ്റെ വിമർശകരെയും അവർ ഓർക്കുന്നു. സപ്പോർട്ടേഴ്സായ റീഡേഴ്സിന് മാത്രമല്ല, വിമർശകരെയും ലൈക്ക് ഒരുപോലെ. കാരണം ഹു ഹാവ് സപ്പോർട്ടഡ് ഹെർ ടു ഗ്രോ ആസ് എ സക്സസ്ഫുൾ റൈറ്റർ, ഒരു സക്സസ്ഫുൾ റൈറ്ററായി വളരാൻ ഇവരൊക്കെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഓർത്തെടുക്കുന്നു. Now, question 4. How does Selma express her gratitude? തൻ്റെ കടപ്പാടുകൾ, തൻ്റെ നന്ദി എങ്ങനെയൊക്കെയാണ് സൽമ പ്രകടിപ്പിക്കുന്നത്?
Selma expresses gratitude to her father, family, friends, nature, literature, art. നേരത്തെ വിശദീകരിച്ച എല്ലാ ഘടകങ്ങളോടും തനിക്കുള്ള നന്ദിയും കടപ്പാടും സെൽമ അനുയോജ്യമാം വിധം പ്രകടിപ്പിക്കുന്നുണ്ട് തൻ്റെ പ്രഭാഷണത്തിലൂടെ, തൻ്റെ ഓർമ്മകളിലൂടെ. ആൻഡ് her readers, തൻ്റെ വായനക്കാരോടുള്ള കടപ്പാടും. for enabling her to set up her identity as a writer. തൻ്റെ ഒരു എഴുത്തുകാരി എന്ന ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ തന്നെ അതിന് ഏബിളാക്കിയ, അതിന് സഹായിച്ച എല്ലാവരെയും അവർ ഓർക്കുന്നു. She also acknowledges and expresses her immense gratitude towards the Swedish Academy. തനിക്ക് നൊബേൽ പ്രൈസ് സമ്മാനിച്ച സ്വീഡിഷ് അക്കാദമിയെയും അവർ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. for honoring her with the most prestigious Nobel Prize. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നൊബേൽ പ്രൈസ് തനിക്ക് സമ്മാനിച്ച സ്വീഡിഷ് അക്കാദമിയെയും അതിന് തന്നെ യോഗ്യത ഉള്ളവളാക്കി മാറ്റിയ തൻ്റെ വായനക്കാരെയും തന്നെ സഹായിച്ച കുടുംബത്തെയും സുഹൃത്തുക്കളെയും പ്രകൃതിയെപ്പോലും അവർ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. Question 5. What do you think the speaker means by saying, my biggest debt has not yet come? എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് ഇതുവരെ വന്നിട്ടില്ല എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? When she says this, അവരിങ്ങനെ പറയുമ്പോൾ what she means is that, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, her biggest debt is the greatest gratitude she owes to others. തൻ്റെ ഏറ്റവും വലിയൊരു കടപ്പാടാണ് മറ്റുള്ളവരോടുള്ള, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് കടപ്പാട്? ത്രൂ വിന്നിങ് ദ മോസ്റ്റ് വാല്യൂഡ് പ്രൈസ് ഇൻ ഹർ ലൈഫ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം നേടുന്നതിൽ അവർക്ക് മറ്റുള്ളവരോടുള്ള കടപ്പാട്, അത് നേടാൻ തന്നെ സഹായിച്ചവരോടുള്ള കടപ്പാട്. അതെന്താണെന്ന് വെച്ചാൽ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ്. Question 6. What according to you is Selma Lagerlof's message to her audience and to us? സെൽമ ലാഗർലോഫിൻ്റെ സന്ദേശം അവരുടെ വായനക്കാരോടും നമ്മോടുമുള്ള സന്ദേശം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? സെൽമ ലാഗർലോഫ്സ് മെസ്സേജ് ടു എവരിവൺ. എല്ലാവരോടും സെൽമ ലാഗർലോഫ് തൻ്റെ പ്രഭാഷണത്തിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ്: about the importance of valuing the support, encouragement and contributions we receive from others in shaping our identity. നാം ഓരോരുത്തരുടെയും വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ മറ്റുള്ളവരിൽ നിന്നും നാം സ്വീകരിക്കുന്ന പ്രോത്സാഹനം, സംഭാവനകൾ, സപ്പോർട്ട്, ഇതെല്ലാം തന്നെ നാം വാല്യൂ ചെയ്യണം, വിലമതിക്കണം. അതിൻ്റെ പ്രാധാന്യമാണ്, ആ വിലമതിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് പ്രധാനമായും അവരുടെ സന്ദേശം. We must appreciate and express our gratitude. നാം അംഗീകരിക്കുകയും നാം നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യണം. To all people and elements in nature. പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളോടും എല്ലാ വ്യക്തികളോടും നമുക്കുള്ള കടപ്പാട് നന്ദിപൂർവം നാം സ്മരിക്കണം, നാം പ്രകടിപ്പിക്കണം എന്നതാണ് അവരുടെ സന്ദേശം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.